ചന്തു അപ്പൊ കാര്യമൊന്നും അറിഞ്ഞില്ല അല്ലേ? ഇല്ല. അവള് രാവിലെ ഒന്ന് തലയിറങ്ങി വീണു. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പാ. പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഒഫീഷ്യലായിട്ട് മമ്മി കൂടെ പോയിട്ടുണ്ട്. തിരിച്ചു വന്നോന്നറിയില്ല. ദൈവമേ, ഏത് ഹോസ്പിറ്റലാണെന്നറിയോ? ജില്ലാ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞത്, അല്ലെങ്കിൽ റോയൽ ഹോസ്പിറ്റൽ. പരീക്ഷ കാരണം എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചന്തു വേണമെങ്കിൽ ഒന്ന് പോയി നോക്ക്. റോയൽ ഹോസ്പിറ്റലിലേക്ക് ആവാനാണ് കൂടുതൽ പോസിബിലിറ്റി. എവിടെ വെച്ച്? 100 രൂപ. ഇതാ, ഇതുകൂടി കഴിക്കുക. താങ്ക് യു. ചേച്ചി, ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. പൊയ്ക്കോളം പറഞ്ഞു ഡോക്ടർ. അതെ, നീ ഇനി എക്സാം എഴുതാൻ പറ്റാത്തതിനെ പറ്റി ചിന്തിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. എഴുതാൻ പറ്റാത്ത വിഷയം സപ്ലിമെന്ററി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. റൂം നമ്പർ 8 ആ വഴി പോയാൽ മതി. ഏതായാലും കഴിഞ്ഞതിനെ പറ്റി ഓർക്കാതെ എഴുതാനുള്ളതൊക്കെ എഴുതി തീർക്കാൻ നോക്ക്. അടുത്ത ഒരാഴ്ച നീ ഞങ്ങളോട് വരേണ്ടി വരും. ഫുൾ ചെക്കപ്പും ഡീറ്റെയിൽ സ്കാനിങ്ങും അപ്പോൾ വേണം ചെയ്യാൻ. അതെ, ഡോക്ടർ മായാവതിയോട് ഒരാഴ്ച വരെ ഞാൻ ഒഴിവ് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കും. ആരാ? ഇതാ ഞാൻ വിളിച്ചു വരുത്താൻ പറഞ്ഞ കുട്ടി. പേര് മല്ലി. അവളുടെ റൂമിലിരുന്നാ ഞാൻ പഠിക്കുന്നേ. മല്ലി, അകത്ത് വാ. എന്നാ ചെടി, ഉടമ്പ് ശരിയില്ലയാ? ഒന്ന് തളർന്നു വീണു. എല്ലാരും കൂടി ഹോസ്പിറ്റലിലാക്കി. അപ്പൊ എക്സാം എഴുതലയാ? പറ്റില്ല. രാവിലെ തന്നെ ബോധം കെട്ട് വീണു. ഇന്നത്തെ എക്സാമിന് ആബ്സെന്റ് ആയി. കടവുളെ, അതൊക്കെ മാത്രം എന്നാ അച്ഛനക്ക്? ഞാൻ രാവിലെ തന്ന സാപ്പാട് തന്നെ നീ കഴിച്ചേ? ഏയ്, അതൊന്നും അല്ല പ്രശ്നം. നീ പേടിക്കണ്ട. അല്ല, ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് നീ രോഹിണിയേട്ടത്തിയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ലയേ, നീ തന്നെ ഫോണിൽ വേണമെന്ന് சொன்னது. ഏട്ടത്തെയും വീട്ടുകാരെയും വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. അല്ലാതെ തന്നെ ഒരു 100 കൂട്ടം കാര്യമുണ്ട് ഏട്ടത്തേക്ക് ഓർത്ത് സങ്കടപ്പെടാൻ. നമുക്കിറങ്ങാം. നീ പോയി വണ്ടി എടുക്ക്. ആ.